ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പ്രബിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഇരിക്കുകയാണ്, ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ നാളെ അവൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള അവൻ്റെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കണ നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് റിയാക്ട് ചെയ്യാനുണ്ട്. അത് എനിക്ക് തെറ്റായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ്. പറയുന്നതെല്ലാം ശരിയായിരിക്കും. ആ വീഡിയോയിൽ രേണുസുതിയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നു, അത് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ അവർ ഒന്ന് രണ്ട് വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് വീട്ടമ്മമാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് കേൾക്കാം അല്ലേ? ഒരു മിനിറ്റ്, ഞാനിവിടെ കൊടുക്കാം. ഇതാ വോയിസ് ഞാൻ കൊടുക്കുകയാണ്. കുറേ പേര് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നതാണ്, ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കണം, അശ്ലീലമാണ് കാണിക്കുന്നതെന്ന്. ഇന്ന് ഒന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ വിരൽ തുമ്പൊന്ന് ടച്ച് ചെയ്ത ആ പറഞ്ഞത് ശരിയാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് തുറന്നാലേ രേണുസുധീര കണ്ടന്റുകളാണ് വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് വീട്ടമ്മമാർ പറയുന്നത്. വിരൽ തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ, അല്ലാതെ നമ്മൾ ഫോൺ ഓണാക്കിയത് ഇങ്ങനെ വരുന്നില്ലല്ലോ അശ്ലീല ചിത്രങ്ങൾ അല്ലേ? ആ പറയുന്നതാണ് എനിക്കത് യോജിക്കാൻ പറ്റാത്തത്. വിരൽ തൊട്ട് നമ്മൾ സെർച്ച് ചെയ്താലേ കുട്ടികൾ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ വരുന്നുള്ളൂ. വിരൽ തൊട്ടില്ലെങ്കിൽ വരുന്നില്ലല്ലോ. പക്ഷേ ഇത് അങ്ങനെ അല്ലല്ലോ. രേണുസുധീര ഇത് നമ്മൾ ഫോൺ എടുത്ത് ഓൺ ചെയ്താലേ രേണുസുധീര കണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ വീട്ടമ്മമാർ അതിനെക്കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ളത് കേൾക്കാം. നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റാത്ത എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത്? പച്ചക്ക് കാണിച്ചു കൊടുക്കും. 10 വയസ്സായ ഒരു കുഞ്ഞിന് പോലും ഇന്നറിയാം എന്താണ് ഏതാണെന്നൊക്കെ. അത് ശരിയാണ്. പക്ഷെ അത് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നതാണ്. കുട്ടികൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ സെർച്ച് ചെയ്തെടുക്കുന്നതാണ്, അല്ലാതെ ഫോൺ എടുത്ത് ഓൺ ആക്കിയതും വരുന്നതല്ല. അതിനെയാണ് വീട്ടമ്മമാർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ രേണുസുധിയെ ഞാൻ ഈ സമയത്ത് ഇത് പറയാൻ പാടില്ല, നീ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് കേൾക്കാം. നമ്മളെന്ന് പോലെ 10-18 വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം എല്ലാം അറിഞ്ഞ മക്കളല്ല ഇന്നുള്ളത്. പിന്നെ എങ്ങനെ? അത് ശരിയാണല്ലേ. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ? പണ്ടത്തെ പോലെ അല്ല, അത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് രേണുസുധീരെ വീഡിയോസ് വരുമ്പോൾ എല്ലാവരും പേടിക്കുന്നത്, വീട്ടമ്മമാരായിട്ടുള്ളവർ പേടിക്കുന്നത്. ബാക്കി കേൾക്കാം. നമ്മുടെ മക്കളെ രേണുസുധി വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നത് ഉളുപ്പുണ്ടോ വീട്ടമ്മമാരെ? അതെ, രേണുസുധി തന്നെയാണ് ഇപ്പോൾ ഉള്ള പല പിള്ളേരെയും വഴിതെറ്റിച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് വീട്ടമ്മമാർ എതിർക്കുന്നത്. അത് നമ്മുടെ നാട്ടിൻ പുറത്തെ ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം. പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫാഷൻ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു. നാട്ടിൻ പുറത്തെ അമ്മമാർ അതങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? അവർ ഇന്നും സാരിയാണ് അവരുടെ വേഷം, നാട്ടിൻ പുറത്തെ വേഷം. പക്ഷെ സിറ്റികളിൽ ചെന്ന് നോക്കിയാൽ അങ്ങനെയാണോ? അതുകൊണ്ടാണ് നാട്ടിൻ പുറത്തായ കുറച്ച് വീട്ടമ്മമാർ ഇത് എതിർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിൻ്റെ ക്ലിയർ കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. ശരി. വീട്ടമ്മ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി കഞ്ഞിയും കറിയും വെച്ച് ഭർത്താക്കന്മാരെ പാദസേവ ചെയ്തുകൊണ്ട് കണ്ടവന്റെ അടിയും തൊഴിയും കൊണ്ടിട്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ വന്ന രേണു ഈ പറഞ്ഞതുമായിട്ടാണ് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തത്. വീട്ടമ്മമാരാണെന്ന് പറഞ്ഞിട്ട് കണ്ടവന്മാരുടെ ആയിരിക്കില്ലല്ലോ, കെട്ടിയവന്മാരുടെ അല്ലേ പാദസേവന ചെയ്യണേ. ഞാൻ അങ്ങനെയാണ്, എൻ്റെ കെട്ടിയവൻ്റെ പാദസേവയാണ് ഞാൻ ചെയ്യുന്നത്. ഇവരിനിപ്പോൾ കണ്ടവൻ്റെ വല്ലവരെയും പാദസേവന ചെയ്യുന്നു എന്തോ എനിക്കറിയില്ല. പെണ്ണുമ്പിള്ളയെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളതൊന്ന് കണ്ടോണം. ഇതാണ് ആ പെണ്ണുമ്പിള്ള, നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുമ്പിള്ളയാണിത്. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടമ്മമാരായിട്ട് ഇരുന്നിട്ട് നമ്മുടെയൊക്കെ കെട്ടിയവന്മാരുടെയാണ് പാദസേവന ചെയ്യുന്നത്, അതേ നാട്ടിൻ പുറത്തായ കുറേ വീട്ടമ്മമാർ. പക്ഷേ നീ കണ്ടവൻ്റെ പാദസേവന ചെയ്യുകയാണെന്ന് നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് വിളിച്ചു പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? അതാണ് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാതെ ഞാൻ സംസാരിച്ച കേട്ടോ. അലവലാദികൾക്ക് നാണമുണ്ടോ? ഈ അലവലാതി എന്ന് ഉദ്ദേശിച്ചതേ ആരെയാണ്? നിന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്, അതോ നിന്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ആണോ ഉദ്ദേശിച്ചത്? എനിക്കത് മനസ്സിലായില്ല. ഈ പബ്ലിക്കിൽ വന്നിരുന്ന് പല അമ്മമാരെയും നീ ഈ അലവലാദികളെന്ന് വിളിച്ചത് കൊണ്ട് ഈ സ്ത്രീയാണ് വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണണം ഇവരെ. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നേ? ശരി, അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം അല്ലേ. ഈ പറഞ്ഞതുമായിട്ട് ഞാൻ തീരെ യോജിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കില്ല, ഞാൻ പ്രതികരിക്കേണ്ടത് നല്ല രീതിയിൽ പ്രതികരിക്കണം ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ വീട്ടമ്മമാരെ നീ വിളിച്ച ഈ വാക്കുകൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നിൻ്റെ അമ്മയും ഒരു വീട്ടമ്മയായിരുന്നല്ലോ, നീയും ഒരു വീട്ടമ്മയായിരിക്കുമല്ലോ അല്ലേ. എന്താവട്ടെ, നിൻ്റെ അമ്മയും കണ്ടവന്മാരുടെ പാദസേവനയാണോ ചെയ്തത്, അതോ നിൻ്റെ അച്ഛൻ്റെ പാദസേവനയാണോ ചെയ്തതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അത് നിനക്കല്ലേ അറിയുള്ളൂ. ഈ പറഞ്ഞ നീയല്ലേ, അപ്പം നിനക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ അറിയുള്ളൂ. നമുക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ. നീ ഓൺലൈൻ ജഡ്ജിയോ? നിനക്ക് ആദ്യം നിന്റെ ചട്ടുകാല് പറയുന്നുണ്ടല്ലോ, നീ നിന്റെ ചട്ടുകാലിന്റെ സർട്ടിഫിക്കറ്റ് കാണി. ഈ ചട്ടുകാലെന്ന് ഉദ്ദേശിച്ചത് എന്നെയൊന്നും അല്ല കേട്ടോ. അവർ പറഞ്ഞത് സജീന ബീബിയാണ്. പക്ഷേ അത് എനിക്ക് നല്ലപോലെ ഒന്ന് കൊണ്ടു. കാരണം എന്നാന്നറിയാമോ, എന്നെപ്പോലെയുള്ള അമ്മമാർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഈ ചട്ടുകാലെന്ന് നീ വിളിച്ചത് അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാവട്ടെ വലുതാവട്ടെ ചെറുതാവട്ടെ, അംഗവൈകല്യമുള്ള എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് നീ ഈ പറഞ്ഞത്. മനസ്സിലായോ? അത് നിൻ്റെ വീട്ടിൽ ഈ ഒരു സംഭവം കാണത്തില്ല, അതുകൊണ്ട് നിനക്കത് വലിയ ഒരു സംഭവമായിട്ട് നിനക്ക് തോന്നത്തില്ല. നീ എന്ത് വേണമെങ്കിലും പറ. ഇതാ ഇപ്പം പറഞ്ഞില്ലേ കുറേ വീട്ടമ്മമാരെ കുറിച്ച് നീ പറഞ്ഞ അശ്ലീല കുറച്ച് വാക്കുകളുണ്ടല്ലോ, അതുപോലെ നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. പക്ഷെ നീ ഈ പറഞ്ഞത് തെറ്റാണ്. മനസ്സിലായോ? ഇതിനെ നിൻ്റെ പേരിൽ കേസ് കൊടുക്കാം. ഈ സജീന ബീബിക്കോ അല്ലെങ്കിൽ ഇതുപോലെ അംഗവൈകല്യമുള്ള ആർക്ക് വേണമെങ്കിലും, എനിക്ക് വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായോ? നിൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. നീ പറയണ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും. മീഡിയയിൽ, അതായത് പബ്ലിക്കിലാണ് നീ വന്നിരുന്ന് പറയണത്. ഈ രേണുസുധിയെ പോലെ വിവരമില്ലാത്ത വാക്കുകൾ വന്നിരുന്ന് പറയാതിരിക്കുക. മനസ്സിലായല്ലോ? ഇത് ഞാൻ നിനക്ക് തരുന്ന താക്കീതാണ്. പക്ഷേ ഇത് സജീന ബീബിയാണ് നീ പറയുന്നതെങ്കിലും എന്നെ പോലെയുള്ള കുറേ അമ്മമാരുണ്ട്, അംഗവൈകല്യമുള്ള മക്കളുടെ അമ്മമാരുണ്ട്, അംഗവൈകല്യം ഉള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും വേദനിക്കും നീ ഈ ചട്ടുകാലെന്ന് വിളിച്ചതിന്. മനസ്സിലായോ? അതുകൊണ്ട് നീ വേറെ എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം. പക്ഷെ ഈ ഒരു കാര്യം നീ പറഞ്ഞത് തെറ്റാണ്. നീ പബ്ലിക്കിൽ വന്നിരുന്ന് ക്ഷമ ചോദിക്കണം. കാരണം ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. മനസ്സിലായല്ലോ? നീ പബ്ലിക്കിലാണ് വന്നിരുന്ന് ഈ ഒരു സംസാരിച്ചിരിക്കുന്നത്. നീ ജനങ്ങളെ വിളിക്കുന്നുണ്ട്, കുറേ അമ്മമാരെ വിളിക്കുന്നുണ്ട്. നീ വായിൽ വരുന്ന എന്ത് തോന്നിയാസോ നിനക്ക് വിളിച്ചു പറയാനുള്ളതല്ല പബ്ലിക്ക്. മനസ്സിലായോ? ഈ ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് വന്നത്. വീട്ടമ്മമാരുടെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും ഈ ഒരു ചട്ടുകാലിനെ കുറിച്ച് നീ പറഞ്ഞതുകൊണ്ട്. ഇതിന് മുന്നേയും രേണുസുധി ഒരിക്കൽ ഇതേപോലെ ചട്ടുകാലെന്ന് പറഞ്ഞ് വന്നു. അന്നൊന്നും ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നില്ല. ഈ ഒരു വീഡിയോ ഒന്നും ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. കാരണം അതിനുള്ള സമയം എനിക്കില്ല. എൻ്റെ മോൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓട്ടമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രേണുസുധി നല്ലൊരു വേദനയിലും വിഷമത്തിലും ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ രേണുസുധിയോട് പറയാത്തത്. പക്ഷേ നീ പറഞ്ഞു, ഇനി നിനക്ക് നാളെ ഇതൊന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചട്ടുകാലെന്ന് ഉദ്ദേശിച്ച നീ ഏത് രീതിയിലാവട്ടെ, നിനക്കൊരു കൈക്കാവട്ടെ പ്രശ്നം, കാലിനാവട്ടെ, നിന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വൈകല്യമായിട്ട് നിനക്കൊരു പ്രശ്നം വന്നാൽ നീ എന്തൊരു ഉടനെ ചാകോ ഈ പറയുന്നേ? നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് എൻ്റെ തെറ്റാണ്. വിവരം ഇല്ലടി. നിൻ്റെയൊക്കെ പഠിത്തത്തിനുള്ള ആ ഒരു അറിവ് പോലും ഇല്ലല്ലോടി. ഈ ലോകത്ത് പലരും പഠിക്കാത്തവർക്കുള്ള അറിവ് പോലും നിനക്കില്ലല്ലോടി. വൃത്തികെട്ട സ്ത്രീയെ. ഈ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അംഗവൈകല്യമുള്ള എല്ലാവർക്കും കൂടെ കൊള്ളുന്ന ഒരു വാക്കാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പ്രതികരിച്ചത്. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻ്റ് ഇട്ടാൽ മതി. ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയതായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബും കൂടെ ചെയ്യുക. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.